ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇതൊരു വർക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ചേച്ചി ബ്ലൗസ് തയ്ച്ചു കൊണ്ടുവന്നിട്ട് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ അതെ, ഇതിനകത്ത് ബീഡ്സ് വർക്ക്, നമ്മുടെ മുത്ത് വർക്കാണ് ചെയ്യണത്. കോപ്പർ കളറാണ്, ഇത് കൈയുടെ കളറാണ് ചെയ്യേണ്ടത്, ആ മുത്തിൻ്റെ കളറായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലാകെ മുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കട്ട് ബീഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിമ്പിൾ വർക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇതിൻ്റെ വലിയ മുത്തും ഈ പൊടിമുത്തുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ കളറിലെ സെയിം നൂലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 മുത്തും വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഒരു സൈഡിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ സാരി വന്ന് മറഞ്ഞു പോണ ഭാഗം നമ്മൾ ചെയ്യുന്നില്ല. ബാക്കിൽ ഫുള്ളും പിന്നെ ഫ്രണ്ടിൽ ഒരു സൈഡുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ ബാക്കിൽ ഞാൻ ഇങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. അവിടെ ഇച്ചിരി കട്ടിയുള്ള തുണിയൊക്കെ ഇച്ചിരി കട്ടിയായിട്ട് നിൽക്കുന്ന സ്ഥലമുള്ളൂ. അപ്പോൾ ഇത്തിരി സൂചി കയറിപ്പോലെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആ മുത്തിൻ്റെ വലിയ മുത്ത് എന്ന് വെച്ചാൽ രണ്ട് സൈസ് മുത്താണല്ലോ എടുത്തേക്കാം. അതിൽ വലിയ മുത്ത് എടുത്തിട്ട് 2 എണ്ണം എടുത്ത് ഇങ്ങനെ കോർത്തിട്ട് അറ്റത്ത് കൊണ്ടുവന്ന് ഒന്ന് കുത്തി താഴത്തേക്ക് എടുക്കും. എന്നിട്ട് അതിൻ്റെ നടുക്കൂടി ഒരു കുത്തൽ കുത്തും. അപ്പോൾ ഇത്തിരി ടൈറ്റായിട്ടിരിക്കും. തുന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രെയിം ഇടാത്ത തുണി ആയതുകൊണ്ട് ഫ്രെയിം ഇട്ട് തയ്ക്കുള്ള റിസ്ക് ആയിരിക്കും ഇതിനകത്ത്. അപ്പോൾ പകുതി ഇട്ടിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം എനിക്ക് ഇതാ സിമ്പിളെന്ന് തോന്നിയത് കാരണം ഞാൻ ഇത് ചെയ്തതാണ്. അപ്പോൾ അതെ, തുണിയിൽ ഒരുപാട് പ്രഷർ കൊടുക്കരുത്, എന്നാലും ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ നടുക്കൂടി ഒരു കുത്തുത്തിയിട്ട് ഏറ്റവും സ്റ്റാർട്ടിങ് എവിടെയാണ് തുടങ്ങിയത് അവിടെ നിന്ന് എടുത്തിട്ട് ഒന്നുകൂടി വലിച്ചു കുത്തും. അതേപോലെ തന്നെ പിന്നെയും മുത്ത് കോർത്തിട്ട് പിന്നെ അതിൻ്റെ നടുക്കൊരു കുത്തും. പിന്നെ നമ്മൾ എവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 2 എണ്ണം കോർക്കണമെങ്കിൽ ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി പിന്നെയും കയറ്റി അങ്ങനെ ഒന്ന് ടൈറ്റാക്കി വെക്കും. അപ്പോൾ ഊരിപ്പോരത്തുമില്ല, അവിടെ ഒരു കെട്ട് പോലെ വീഴണയാണ്. അപ്പോൾ അങ്ങനെ ഒരു മുത്ത് ഊരിപ്പോയാലും പിന്നെ എല്ലാം കൂടി ഊരിപ്പോരത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ സെയിം വർക്ക് തന്നെയാണ് കയ്യിലും ചെയ്യണത്, കൈയുടെ തുമ്പത്തായിട്ട് ചെയ്യണത്. അത് അവർ പറഞ്ഞ് ചെയ്യിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കസ്റ്റമർ പറഞ്ഞ രീതിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നീളത്തിൽ കയ്യിലും കഴുത്തിലും വെച്ചിട്ട് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ അതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ ഫുള്ളും പിന്നെ ഫ്രണ്ടിൽ സാരി കാണുന്ന ഭാഗം എന്നുവെച്ചാൽ മറഞ്ഞു പോകാത്ത ഭാഗത്താണ് ചെയ്തേക്കണം. കൈയുടെ തുമ്പത്തും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ പൊക്കത്ത് മീൻസ് രണ്ടാമതായിട്ടൊരു ഡിസൈനും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യണ കാണിച്ചു തരാം. അപ്പം ഞാൻ ഓരോന്ന് ഗ്യാപ്പിട്ടാട്ടോ ചെയ്യണേ.
ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ 2 മുത്തേ ഉള്ളൂ, കോപ്പർ കളർ 2 മുത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതേപോലത്തെ ഒരു സിമ്പിൾ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ ഞാൻ അതിൻ്റെ അറ്റത്തൂടി ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു 2 മുത്തിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ മുത്തും ഒരു വലിയ മുത്തും, ആദ്യം വലിയ മുത്ത് കയറ്റിയിട്ട് പിന്നെ ഒരു ചെറിയ മുത്ത് കയറ്റി ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുക്കത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലറായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്യാൻ വേണ്ടി അതിങ്ങനെ കുറച്ച് നേരം വെച്ചതാട്ടോ. അപ്പോൾ അതെ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഏറ്റവും അറ്റത്ത് ആ കുഞ്ഞുമുത്തിൻ്റെ അറ്റത്തുകൂടി ഒരു കുത്തും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് വെക്കണം കേട്ടോ. ഞാൻ കുത്തിയത് ഇത്തിരി ഇറങ്ങിപ്പോയി, അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് കയറ്റി കുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ മറ്റേ മുത്തിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കണം, അപ്പോൾ എന്നാലേ ഭംഗി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ അത് ഒന്നങ്ങനെ കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചെറിയ മുത്തിൻ്റെ വലിയ മുത്തിൻ്റെ ഇടയിൽ കൂടി ഒന്നും കൂടി കുത്തും. അപ്പോൾ ഇച്ചിരി കൂടി ടൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത്തിരി കൂടി ടൈറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ കുത്തിക്കൊടുക്കും. പിന്നെ ലാസ്റ്റ് ആ ചെറിയ മുത്തിൻ്റെയും വലിയ മുത്തിൻ്റെയും ഇടയിൽ കൂടി ഒന്നും കൂടി ഇടയിൽ കൂടി അല്ല ഉള്ളിൽ കൂടി കുത്തി കാണിക്കും. ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അങ്ങനെ തുന്നിക്കഴിഞ്ഞിട്ട് അടിയിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇച്ചിരി കൂടി നമുക്ക് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി ചെയ്യണേന്. അത് കെട്ടിട്ട് കൊടുക്കൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ട് കൊടുത്താൽ മതിയിട്ടാണ്. ഞാനിപ്പോൾ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എനിവേ ഇങ്ങനെ ഊരി പോന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഒന്നിടവിട്ട് പിന്നെ അത് തന്നെ വലിയ മുത്തും ചെറിയ മുത്തും കൂടി കുത്തി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരെണ്ണം വിട്ടിട്ട് പിന്നെ അടുത്തതിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി ഭംഗിയിൽ ഈ പാദസരത്തിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വരും. അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കഴുത്തിൽ ഫുള്ളും കയ്യിലും സെയിം വർക്ക് തന്നെയാണ്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കാണ്. ഇനിയിപ്പോൾ ആദ്യം പുറത്ത് പോയി കാശ് കളയേണ്ട. ഏറ്റവും ചെറിയ വർക്കിന് തന്നെ 350 രൂപയുടെ അടുത്തൊക്കെ വരും. 500 താഴെ എന്തായാലും വരും. അപ്പോൾ മുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ സ്വയമേ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ.